കർത്താവിൽ ബഹുമാനരെ, നിങ്ങൾക്കേവർക്കും വീണ്ടും ക്രിസ്തുയേശുവിൽ എന്റെ സ്നേഹ വന്ദനങ്ങളെ അറിയിക്കുന്നു. ഒരു പ്രാവശ്യം കൂടി സങ്കീർത്തന പുസ്തകത്തിൽ കൂടിയുള്ള പഠനത്തിന്റെ മറ്റൊരു എപ്പിസോഡുമായി നിങ്ങളെ സമീപിക്കുവാൻ ഇടയായതിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഇന്ന് 51 സങ്കീർത്തനം, അതിന്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ് ഇവിടെ ചിന്തിക്കുവാൻ ദൈവസ്ഥനിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. 51 സങ്കീർത്തനം ദൈവത്തിന്റെ ദാസനായിരുന്ന ദാവീദിന്റെ അനുതാപ സങ്കീർത്തനം എന്നാണ് വേദ വിദ്യാർത്ഥികളുടെ ഇടയിൽ വിലയിരുത്തപ്പെടുന്നത്. ദാവീദ് രാജാവ് ഊരിയാവിന്റെ ഭാര്യയുമായി ഒരു അവിഹിത ബന്ധത്തിൽ ഏർപ്പെടുകയും ആ വിഷയം ഏറിയ കാലം താൻ മനഃപൂർവ്വമായി മറച്ചുവെക്കുകയും അവളുടെ ഭർത്താവിനെ അകാരണമായി, അതായത് ഉള്ളിലെ ഭയം കൊണ്ട് കൊല്ലിക്കുകയും തന്നെത്താൻ നീതീകരിക്കുകയും ചെയ്ത ശേഷം നാഥാൻ പ്രവാചകൻ അരമനയിൽ ദാവീദിന്റെ അടുക്കൽ ചെന്ന് സംഭവിച്ച വിഷയം ഒരു കഥാരൂപേണ അവനെ അറിയിച്ചപ്പോൾ അവൻ ദൈവസന്നയിൽ തന്റെ പാപങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട് അനുദപിച്ച അനുതാപ കീർത്തനമാണ് 51 സങ്കീർത്തനം. മഹാനായ ചാൾസ് സ്പർജൻ അദ്ദേഹത്തിന്റെ ഈ 51 സങ്കീർത്തനത്തിന്റെ വ്യാഖ്യാനം ദ ട്രഷറി ഓഫ് ഡേവിഡ്, അതിൽ അദ്ദേഹം പറയുകയാണ്, ഈ 51 സങ്കീർത്തനത്തിന്റെ വ്യാഖ്യാനം എഴുതുവാൻ സ്പർജൻ തൂവലും പേപ്പറും മഷിയും കയ്യിലെടുത്ത് ഏകദേശം 2 ആഴ്ചയോളം നിരന്തരമായി അതിന് തയ്യാറായി. അങ്ങനെ തയ്യാറായ ഓരോ സമയത്തും മോശയോട് സീനായി പർവ്വതത്തിൽ വെച്ച് ദൈവം അരുളിച്ചെയ്ത ആ വലിയ ശബ്ദം, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകിയാൽ നിന്റെ കാലിൽ നിന്ന് ചെരുപ്പുകൾ അഴിച്ചു മാറ്റുക എന്നുള്ള ആ ശബ്ദം പോലെ എന്റെ ഹൃദയത്തിൽ അതിഭയാനകമായ ദൈവിക വിശുദ്ധിയുടെ പരിപാവനതയുടെ മനോഹരമായ ഒരു ഓർമ്മപ്പെടുത്തൽ ഉണ്ടായി. ഏറെ ദിവസങ്ങളത്തെ ആത്മീക സംഘർഷത്തിനു ശേഷം 3ാമത്തെ ആഴ്ചയിലാണ് ഐ സ്റ്റാർട്ടഡ് റൈറ്റിംഗ് എക്സ്പോസിഷൻ ടു ദിസ് സാം എന്ന് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. പാപം വരുത്തിവെക്കുന്ന വിനാശകരമായ പരിണതഫലങ്ങൾ ഒരു വിശ്വാസിയുടെ ബന്ധത്തിൽ വളരെ വലുതാണ്. ഒരു വിശ്വാസി ദൈവസ്ഥനിൽ പാപം ചെയ്താൽ ആ പാപത്തിന്റെ കോൺസിക്വൻസസ്, പരിണതഫലങ്ങൾ വളരെ ഗൗരവമുള്ളതാണെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. അതിലേറ്റവും ഗൗരവതരമാകുന്ന നഷ്ടമാണ് ദൈവത്തുള്ള കൂട്ടായ്മയുടെ നഷ്ടം, ലോസ് ഓഫ് ഫെലോഷിപ്പ് വിത്ത് ദി ലോർഡ്. വാസ്തവത്തിൽ ദാവീദ്, നിന്റെ തിരുസനയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുത്, നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കുകയും അരുത് എന്ന് പ്രാർത്ഥിച്ചത് വാസ്തവത്തിൽ വളരെ സത്യമായ ഒരു കാര്യം തന്നെയാണ്. നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുത്, നിന്റെ വിശുദ്ധ റൂഹായെ എന്നിൽ നിന്ന് എടുക്കുകയും അരുത്. അങ്ങനെ പ്രാർത്ഥിക്കാൻ 11 ഭാഗത്തിൽ കാരണം എന്താണ് തന്റെ ജീവിതത്തിൽ സംഭവിച്ചത് എന്നുള്ളത് ദാവീദ് തന്റെ ഓർമ്മയിൽ കുറിച്ചെടുത്തു. അവന്റെ മുൻഗാമിയായിരുന്ന ശൗൽ രാജാവ്, അവൻ ദൈവത്തോട് മത്സരിക്കുകയും ദൈവത്തിന് വിരോധമായി പാപം ചെയ്യുകയും ചെയ്തപ്പോൾ ദൈവം രാജസന്നിധിയിൽ നിന്ന് അവനെ തള്ളിക്കളയുകയും അവനിലുള്ള ദൈവത്തിന്റെ ആത്മാവിനെ അവനിൽ നിന്ന് നീക്കിയിട്ട് അത് ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന ദാവീദിന്റെ മേൽ പകരുകയും ചെയ്തതായി നാം വായിക്കുന്നുണ്ട്. ദാവീദ് ഇവിടെ ഭയപ്പെട്ടത് ദൈവസന്നിധിയിൽ താൻ ചെയ്ത ഈ അപരാധ നിമിത്തം ഒരു പക്ഷെങ്കിൽ തന്നെ രാജസ്ഥാനത്ത് നിന്ന് ദൈവം തള്ളിക്കളഞ്ഞേക്കുമോ, ശൗലിൽ നിന്ന് എടുത്ത് അവന് നൽകിയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ അവനിൽ നിന്ന് നീക്കിക്കളയുമോ എന്ന് ദാവീദ് അത്യന്തം ഭയപ്പെട്ടു. അതുകൊണ്ടാണ് നിന്റെ സന്നിധിയിൽ തന്നെ തള്ളിക്കളയരുതേ, നിന്റെ വിശുദ്ധ റൂഹായെ എന്നിൽ നിന്ന് എടുക്കുകയും അരുത് എന്ന് ദാവീദ് പ്രാർത്ഥിച്ചത്. വാസ്തവത്തിൽ ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ഒരു വിശ്വാസി പാപം ചെയ്താൽ ദൈവം അവനിൽ നിന്ന് നീക്കുന്നതായി ഒരു രേഖയും ബൈബിളിലില്ല. നമ്മുടെ കർത്താവായ യേശു തന്റെ ശിഷ്യന്മാർ പറയുമ്പോൾ അവൻ എന്നേക്കും നിങ്ങളോട് ഇരിക്കേണ്ടതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് അയച്ചു തരും എന്നാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ പറഞ്ഞത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ രക്ഷയോട് അനുബന്ധിച്ചാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. അതുമുതൽ ആ വിശ്വാസിയിൽ പരിശുദ്ധാത്മാവ് അധിവസിച്ചുകൊണ്ട് നമ്മുടെ രക്ഷയെ മുദ്രയിട്ടും നാം ദൈവത്തിന്റെ മക്കളാണെന്ന് നമ്മുടെ ആത്മാവോട് ദൈവത്തോട് നിരന്തരമായി സാക്ഷ്യം പറഞ്ഞുകൊണ്ട് ഒരു വിശ്വാസിയിൽ വസിക്കുകയാണ് ചെയ്യുന്നത്.
പിന്നെ എന്താണ് വാസ്തവത്തിൽ വിശ്വാസി പാപം ചെയ്യുമ്പോൾ അവന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത്? എഫേസ്യർ 4:30. അത് നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ പഠിക്കുന്നു: ഗ്രീവ് നോട്ട് ദ ഹോളി സ്പിരിറ്റ് ഓഫ് ഗാഡ് wherewith ye are sealed unto the day of redemption. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാലല്ലോ നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ വീണ്ടെടുപ്പ് നാളിനായി മുദ്ര ഇടപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു വിശ്വാസി പാപം ചെയ്യുമ്പോൾ അത്യന്തം ദുഃഖിക്കുന്നു എന്നാണ് ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പരിശുദ്ധാത്മാവ് നമ്മുടെ രക്ഷയ്ക്കായി നമ്മെ മുദ്രയിടുന്നു. നാം ദൈവമക്കളാണെന്ന് നമ്മുടെ ആത്മാവോട് ദൈവത്തോട് സാക്ഷ്യം പറയുന്നു എന്ന് മാത്രമല്ല, നാം ദൈവത്തിന്റെ വകയാണ്, കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ദൈവത്തിന്റെ വകയാണെന്ന് നിരന്തരമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ഉറപ്പും നിശ്ചയവും തരുന്നു. ഒരു ദൈവവേദന്റെ ജീവിതത്തില് ഏത് നിലയിലുള്ള തെറ്റുകൾ സംഭവിച്ചാലും പരിശുദ്ധാത്മാവായ ദൈവം നാം ദൈവത്തിന്റെ വകയാണ് എന്ന് നിരന്തരമായി നമ്മുടെ അന്തരാത്മാവിനോട് സാക്ഷ്യം പറയുന്നു. ഈ സാക്ഷ്യം ദാവീദിന്റെ ജീവിതത്തിൽ അവനുണ്ടായി. അതുകൊണ്ടാണ് അവൻ അത്യന്തം ഭയപ്പെട്ടു പോയത്. നാം ദൈവത്തിന് വിരോധമായി പാപം ചെയ്യുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് നമുക്കുള്ള ആ അടുത്ത ബന്ധം, കൂട്ടായ്മ ബന്ധം, അത് വാസ്തവത്തിൽ തകരാറാകുകയാണ്. നമ്മുടെ എല്ലാ അനുഗ്രഹത്തിന്റെയും അടിസ്ഥാന കാരണം നമ്മിൽ വസിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ അനുഗ്രഹങ്ങളെ ഒരു ക്രിസ്തീയ വിശ്വാസിയുടെ ജീവിതത്തിലേക്ക് പകർന്നു തരുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. വാസ്തവത്തില് ആ അനുഗ്രഹങ്ങൾ നമുക്ക് നഷ്ടമാകുന്നു നാം ദൈവത്തിന് വിരോധമായി പാപം ചെയ്യുമ്പോൾ. ക്രിസ്തീയ ജീവിതത്തിലെ കർത്താവായ യേശു ക്രിസ്തുവുള്ള നമ്മുടെ കൂട്ടായ്മയുടെ ബന്ധത്തിന്റെ എല്ലാ സാധ്യതകളും അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് നമുക്ക് പരിശുദ്ധാത്മാവിനാൽ ലഭിക്കുന്ന കൂട്ടായ്മയാണ്. ആശീർവാദ വചനത്തിൽ സാധാരണ നാം വായിക്കുമ്പോൾ 2 കൊരിന്ത്യർ 13:14 നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്നേഹവും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും, പരിശുദ്ധാത്മാവാണ് ഈ കൂട്ടായ്മയിൽ നമ്മെ നിലനിർത്തിക്കൊണ്ടുപോകുന്നത്. വാസ്തവത്തിലെ ദാവീദ് ദൈവത്തിന്റെ സാന്നിധ്യത്തെ നിരന്തരമായി ആശ്രയിച്ചിരുന്നു. അങ്ങനെ അവന് ദൈവത്തിന്റെ സൈന്യത്തെ ദൈവത്തിന് വിരോധമായി നിൽക്കുന്ന ജാതികളുടെ നേരെ ഡ്രൈവ് ചെയ്യുവാൻ അവനെ സഹായിച്ചിരുന്നതും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവുമായിട്ടുള്ള അവന്റെ അടുത്ത ബന്ധമാണ്. അതുകൊണ്ട് എന്ത് ചെയ്തു? തനിക്ക് ലഭിച്ചിരുന്ന ശക്തിക്ക് ക്ഷയം സംഭവിക്കുമോ എന്ന് ദാവീദ് അത്യന്തം ഭയപ്പെട്ടു. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നാം ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ഫലകരമായി ചെയ്യുന്നത് നമ്മിൽ വസിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ടാണ്. ആ ശക്തിയുടെ ഉറവിടം നമുക്കുള്ള കൂട്ടായ്മ ബന്ധമാണ്. പുതിയ നിയമം പഠിക്കുമ്പോൾ ഈ കൂട്ടായ്മ എന്ന് പറയുന്നത് നമുക്ക് ദൈവത്തിലുള്ള സാന്നിധ്യ ബോധത്തെയാണ് നമ്മെ അനുസ്മരിപ്പിക്കുന്നത്. അതുപോലെ തന്നെ നാം ദൈവത്തിന്റെ പുത്രന്മാരാണ് എന്നുള്ള വലിയ സത്യം, നാം ദൈവപുത്രന്മാര്, ദൈവപുത്രിമാര്, ദൈവ സാന്നിധ്യത്തിലാണ് നാം ആയിരിക്കുന്നത് എന്നുള്ളതെല്ലാം ഈ ഫെലോഷിപ്പ്, അതായത് കൂട്ടായ്മ എന്ന് പറയുന്ന വാക്ക് നമ്മെ ഓർപ്പിക്കുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുള്ള വിശ്വാസത്തിൽ നിന്നാണ് നമുക്ക് പുത്രത്വം ലഭിക്കുന്നത്. അങ്ങനെ നാം കർത്താവായ യേശു ക്രിസ്തു വിശ്വസിച്ചപ്പോൾ ദൈവത്തിന്റെ കുടുംബത്തിലെ അംഗമായി വീണ്ടും ജനിപ്പിക്കപ്പെട്ടു. അതിന്റെ ഫലമായി നാം ദൈവത്തോട് സുവിശേഷ നിമിത്തം കാണിച്ച വിശ്വസ്തതയുടെ ഫലമാണ് നമുക്ക് കർത്താവായ യേശു ക്രിസ്തു ലഭിച്ച കൂട്ടായ്മ എന്ന് പറയുന്നു. ആ കൂട്ടായ്മ ബന്ധം നമ്മെ വിശുദ്ധന്മാരായി, നിഷ്കളങ്കരായി, ദൈവത്തെ അനുസരിക്കുന്നവരായി, ദൈവത്തിന് പ്രയോജനമുള്ളവരായി, ദൈവസന്നിധിയിൽ ദൈവഭയത്തോട് നിലനിൽക്കുവാനായി നമ്മെ ഒരുക്കുകയും സഹായിക്കുകയും പ്രാർത്ഥനയ്ക്കായി നമുക്ക് ബലം നൽകുകയും ചെയ്യുന്നു. പ്രാർത്ഥനയിൽ നാം ദൈവത്തോട് സംസാരിക്കുമ്പോൾ ദൈവം തിരിച്ച് തന്റെ വചനത്തിലൂടെ നമ്മോട് സംസാരിക്കുകയും തന്റെ വിശുദ്ധ കൂട്ടായ്മയിൽ നമ്മെ നിലനിർത്തുകയും ചെയ്യുന്നു. ഞാൻ എന്റെ വാക്കിൽ ദീർഘിപ്പിക്കുന്നില്ല. ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടമാണ് ദൈവത്തോടുള്ള കൂട്ടായ്മയുടെ നഷ്ടം, ദ ലോസ് ഓഫ് ഫെലോഷിപ്പ്. പിതാവായ ദൈവത്തോടും അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിനോടും പരിശുദ്ധാത്മാവിനോടും നമുക്കുള്ള കൂട്ടായ്മയാണ് നമ്മുടെ ആത്മീക അനുഗ്രഹത്തിന്റെ അടിസ്ഥാന വിഷയമായിട്ട് ഇരിക്കുന്നത്. പ്രിയമുള്ളവരെ, ആ കൂട്ടായ്മ ബന്ധം ബ്രേക്കപ്പ് ചെയ്യുവാൻ ദൈവം ഒരിക്കലും നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. അത് ബ്രേക്ക് ആകാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നിശ്ചയമായും പാപം കൂടാതെ, പാപമുള്ള ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്, പാപ ശരീരത്തിലാണ് നാം ചരിക്കുന്നത്, എങ്കിലും പാപത്തിന് സ്വാതന്ത്ര്യത്തോടു കൂടിയ ഒരു പ്രവേശനവും
ഒരു പ്രവർത്തനാനുമതിയും നമ്മുടെ ജീവിതത്തിൽ നൽകാതെ ദൈവത്തിനും ദൈവത്തിന്റെ വചനത്തിനും ജീവിതത്തിൽ മുൻഗണന നൽകി കർത്താവിനെ അനുസരിച്ച് ദൈവകൃപയിൽ നാം ജീവിക്കുമ്പോൾ നമുക്ക് പരിശുദ്ധാത്മാവിന്റെ നിരന്തരമായ കൂട്ടായ്മയുടെ അനുഭവ വേദ്യമായി തീരും. പഴയ നിയമകാലത്ത് പരിശുദ്ധാത്മാവ് വന്നും പോയും നിന്ന് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നതുകൊണ്ട് പാപം ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവ് വിട്ടുപോകുകയും പിന്നീട് പരിശുദ്ധാത്മാവ് വരികയും ചെയ്യുന്ന രീതി വായിക്കുന്നുണ്ട്. പുതിയ നിയമത്തിൽ അങ്ങനെയല്ല. നമ്മൾ വസിക്കുന്ന പരിശുദ്ധാത്മാവ് വിശ്വാസി പാപം ചെയ്യുമ്പോൾ നമ്മിൽ തന്നെ ഗ്രീവ് ചെയ്യുകയും സങ്കടപ്പെടുകയും ദുഃഖിക്കുകയും ആ കൂട്ടായ്മയ്ക്ക് ശിഥിലീകരണം ഉണ്ടാവുകയും ചെയ്യുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ വിശ്വാസ ജീവിതം അന്ത്യത്തോളം ദൈവത്തിന്റെ വിശുദ്ധിയിൽ, വചനത്തിന്റെ വിശുദ്ധിയിൽ സൂക്ഷിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതാണ് ദൈവം ആവശ്യപ്പെടുന്നത്. കർത്താവ് പറഞ്ഞല്ലോ യോഹന്നാൻ 15, എന്നിൽ വസിപ്പിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി ഫലം കായ്ക്കാൻ കഴിയാത്ത പോലെ നിങ്ങൾക്ക് എന്നിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി ഫലം കായ്ക്കുവാൻ കഴിയില്ല. നമ്മുടെ ജീവിതം വിശുദ്ധിയും വെടിപ്പും നിർമ്മലതയും ദൈവത്തിന് പ്രസാദമുള്ളതായി, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിരന്തര കൂട്ടായ്മയുടെ അനുഭവം അനുഭവിക്കുന്നവരായി തീരുവാൻ ദൈവമായ കർത്താവ് ഈ ചിന്തകളാൽ നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. ശ്രദ്ധിച്ച എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ കൂട്ടുസുഹൃൻ സുവിശേഷൻ ടൈറ്റസ് ഫ്രം ഇടയാറുമുള്ള. താങ്ക് യു.